നേപ്പാളിൽ മിന്നൽ പ്രളയമുണ്ടായ പ്രദേശത്തുണ്ടായിരുന്ന മലയാളികളിൽ 38 പേർ സുരക്ഷിതരെന്ന് ട്രാവൽ ഉടമ. 2 ട്രാവലറുകളിലായി സംഘം ഹോട്ടലിൽ തിരിച്ചെത്തിയെന്ന് ടൂർ ഉടമ ടിനു ന്യൂസ് മലയാളത്തോട്. സംഘം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൊച്ചിയിൽ നിന്നാണ് സംഘം നേപ്പാളിലേക്ക് പോയത്. ഇതിൽ നിന്നായിരുന്നു ഈ കുറച്ച് ആളുകള് നേപ്പാളിലേക്ക് പോയത്. അതെ 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 അതെ. ഇപ്പൊ എന്താ അവരുടെ ഒരു അവസ്ഥ? ഇപ്പൊ അവര് സേഫാണ്. അവരിപ്പോ പൊക്കറയ്ക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതാ അവർ ഇന്നലെ അവിടെ സ്റ്റേ എടുത്തു, ഒരു റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യുമായിരുന്നു സിറ്റി ബാങ്കില്. ഇപ്പൊ അവര് അവിടുന്ന് രാവിലെ ട്രാവലിംഗ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. എത്ര പേരാ പോയത്? 38 അല്ലേ? അതെ അതെ അതെ. എല്ലാ ഈ എറണാകുളംകാരാണോ അതോ? അല്ലല്ല, അതിലൊരു 12 പേര് എറണാകുളം, ബാക്കി കോട്ടയത്ത് നിന്ന് 16 പേരുണ്ട്. പിന്നെ കണ്ണൂര് 2 പേര്, കാസർഗോഡ് 5 പേര്. വിശദാംശങ്ങളുമായി അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ, ഇന്നലെ തൊട്ട് നമ്മളെല്ലാവരും ഭീതിയോടെ കാണുന്ന ദൃശ്യങ്ങളും വാർത്തകളുമാണ്. ഇതിപ്പോൾ ഇവിടെ നിന്നും യാത്ര തിരിച്ച 38 പേർ സുരക്ഷിതരാണെന്നാണ് ടൂർ ഉടമ ടിനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞിരിക്കുന്നത്. ആശ്വാസകരം. ലെനിഷ, ഇവര് ഇന്നലെ തന്നെ റോഡിൽ കുടുങ്ങിയിരുന്നു. പിന്നീട് ഇവരെ 2 ട്രാവലറുകളാക്കി മറ്റൊരു ഹോട്ടലിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ട്രാവൽ ഉടമ ആദ്യം പറഞ്ഞത്. അതിനുശേഷം അവർ പോക്രയിലേക്കുള്ള യാത്ര ഇന്ന് രാവിലെ താമസിച്ച ഹോട്ടലിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവർ പോക്രയിലെത്തും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി ഈ ഉടമയും അതോടൊപ്പം ഇവർക്കൊപ്പം സഞ്ചരിക്കുന്ന ടൂർ മാനേജറും പറയുന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ അവർ പോക്രയിലെത്തിയാൽ മറ്റ് ഒരു കാര്യവും പേടിക്കേണ്ടതില്ല. വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം പോക്രയിൽ ധാരാളം മലയാളികൾ അടക്കമുള്ള ആളുകൾ ഉണ്ട്. അത് അവിടെ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ബാധിച്ചിട്ടില്ല എന്നും ഈ ട്രാവൽ ഉടമ അടക്കമുള്ളവർ പറയുന്നുണ്ട്. ഒരു കൊച്ചു കുട്ടി അടക്കമുള്ളവർ ഈ സംഘത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ സഞ്ചരിക്കുന്ന റൂട്ട് വളരെ ക്ലിയർ ആണ്. വലിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല എന്ന് അവർ തന്നെ പകർത്തി നമുക്ക് അയച്ചു തന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനാൽ തന്നെ സാമാന്യം നല്ല വേഗത്തിൽ തന്നെ അവർ പോക്രയിലേക്കുള്ള യാത്ര നടത്തുന്നു. യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. എല്ലാവരും ഈ 38 പേരും സുരക്ഷിതരായി തന്നെ മുമ്പോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചുകുട്ടി അടക്കമുള്ളവർ ഉണ്ടെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഘത്തെ അലട്ടുന്നില്ല നിലവിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 1.5 മണിക്കൂറിനുള്ളിൽ പോക്രയിലെത്തിയാൽ അവർക്ക് പരിപൂർണമായ ഒരു ആശ്വാസത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അവിടെ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് യാത്ര സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്താൻ കഴിയും. അതിനാൽ അടുത്ത ദിവസം തന്നെ ഇന്ത്യയിലേക്കുള്ള യാത്ര നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഈ സംഘം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ 38 പേരും സുരക്ഷിതരാണ് എന്ന ആശ്വാസകരമായ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതുതന്നെയാണ് അനിൽ ജോർജ്. നിലവിൽ 38 പേർ സുരക്ഷിതരാണ് എന്ന് ആശ്വാസകരമായ വാർത്തയാണ്. നന്ദി വിവരങ്ങൾക്ക്.